അമ്മയുടെ പ്രതിഷ്ഠാനത്തിന് സാക്ഷിയായി വീണ്ടും ഈ അൾത്താരയിൽ നിൽക്കാൻ കഴിഞ്ഞതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെലിൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് എൻ്റെ വീട്. ഞാനിപ്പം ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഫസ്റ്റ് ജർമ്മനിയിൽ പോകാൻ വിസ കിട്ടിയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ അൾത്താരയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി 25-ാം തീയതി ആണ് ഞാൻ ഫസ്റ്റ് ജർമ്മനിയിൽ പോകുന്നത്. ജോബ് സീക്കർ വിസയിലാണ് ഞാൻ ജർമ്മനിയിൽ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് ജോലി കിട്ടാൻ കുറേ സ്ട്രഗിൾ ചെയ്തായിരുന്നു. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ അമ്മ എനിക്ക് തന്ന അനുഗ്രഹത്തെപ്പറ്റിയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ ഫസ്റ്റ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 2025 ഫെബ്രുവരി 6-ാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലത്തെ പ്രാർത്ഥനയാണെങ്കിലും വൈകുന്നേരത്തെ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഉടമ്പടി ജീവിത രീതിയിൽ തന്നെയായിരുന്നു തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ കാര്യം പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ജർമ്മനിയിലെ കാര്യം അറിയാലോ, അവിടെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ കോഴ്സിന് ചേർന്നു. എന്നിട്ട് ഞാനിങ്ങനെ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാർച്ച് 25-ാം തീയതി അമ്മയുടെ വചനപ്പെരുന്നാളാണ്. അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ തരണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മാർച്ച് 25-ന് എനിക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. പക്ഷേ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും അതുപോലെ തന്നെ ഉടമ്പടി തേനുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല. കാരണം എന്നെ ഇവിടെ വരെ എത്തിച്ച അമ്മയാണെങ്കിൽ എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അമ്മ എനിക്ക് നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനൊക്കെ അയച്ചുകൊണ്ടിരുന്നുവെങ്കിലും കൂടെ തന്നെ അയച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ലാംഗ്വേജും പഠിച്ചുകൊണ്ടിരുന്നു. ഒരു 6 months കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലിയുടെ ഇതിലൊന്നും ഒരു പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് 1 year വിസയിലാണ് ഞാൻ പോയത്. 1 year ഒരു 6 months കഴിഞ്ഞു. പിന്നെ ടെൻഷനാണ്. നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും, ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ചെറിയ സങ്കടമുണ്ട്. പക്ഷേ അവിടെ ഞാൻ ജീവിച്ചത് എൻ്റെ ഈശോയുടെയും അമ്മയുടെയും ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വന്നിട്ടില്ല. ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു പോയിക്കൊണ്ടിരുന്നു. ഓരോ 3 months കൂടുമ്പോഴും ഞാൻ ഇവിടുന്ന് അമ്മയുടെ ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഓരോ 3 months കഴിയുമ്പോഴും ഞാനായിട്ട് നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ അമ്മയുടെ തിരുസന്നിധി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഉടമ്പടി ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഉടമ്പടി ഓൺലൈനായിട്ട് ഇങ്ങനെ പുതുക്കി കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഇതിലൊന്നും പ്രോസസ്സിങ്ങിലൊന്നും ബെറ്ററായിട്ടൊന്നും എനിക്കൊന്നും വന്നൊന്നുമില്ല. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഓക്കെ, ഹൗസ് ബിൽഡിങ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ലാംഗ്വേജ് പോകുന്നുണ്ട്. ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്കൊരു ഹൗസ് ബിൽഡിങ് അവിടെ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് കയറി പോകുമ്പോൾ ഞാൻ ഒരിക്കലും എക്സാം എഴുതണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് അവിടെ ആൾക്കാരുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്മയുടെ പ്ലാൻ വേറെയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് B1 എക്സാം എഴുതി, B1 TELC എക്സാം എഴുതി. അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ ആ ഒരു എക്സാം പാസ്സാവുമെന്നൊന്നും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കാം, എങ്ങനെയായിരിക്കും എക്സാം എന്നൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ B1 TELC എക്സാം പാസ്സായി. അത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നല്ലൊരു മാർഗ്ഗമാണ് എനിക്ക് അമ്മ തന്നത്. അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് എനിക്ക് ആ ഒരു മാർഗ്ഗ് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതിന് ഞാൻ എൻ്റെ അമ്മയോട് 1000 നന്ദി ഞാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്കൊരു എംപ്ലോയറിനെ കിട്ടണം. അതുപോലെ തന്നെ എനിക്കൊരു സ്കൂളൊക്കെ വേണമായിരുന്നു. എന്നിട്ടും പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വന്നിട്ടില്ല. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ എന്ത് കിട്ടിയാലും നമ്മളത് ഈശോയെ മഹത്വപ്പെടുത്തണമെന്ന്. അപ്പം ഞാൻ അവിടെ അടുത്തൊരു പള്ളിയുണ്ട്. എനിക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിലും ഞാൻ അവിടെ പോയി അമ്മയുടെ അടുത്ത് പോയി ഇന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു ഒക്കെ പറയും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു സങ്കടമൊന്നുമില്ല. എനിക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ
കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എന്നിട്ട് എൻ്റെ വിസയും തീരാറാവുന്നു. ജസ്റ്റ് ഒരു 3 or 4 months കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു വാലിഡായിട്ടുള്ളൊരു കോൺട്രാക്റ്റും വേണം. എന്നാൽ മാത്രമേ എനിക്ക് ജർമ്മനി കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും ഇല്ലാണ്ട് തിരിച്ച് വരുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഞാൻ അമ്മയോട് ഇവിടെ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന്. എന്നിട്ട് ഞാൻ ഓക്കെ ഈ വിസയുടെ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി. ഫസ്റ്റ് അവരെ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ ആണ്. നമുക്ക് ഒരു 1 month കഴിഞ്ഞ് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ 1 month കഴിഞ്ഞൊക്കെ നമുക്കൊരു അവരുടെ ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ അവരുടെ ഇതിന് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ പോയി. ഡിസംബർ മാസമായിരുന്നു എനിക്ക് അതിൻ്റെ ഇത് ഡേറ്റ് വന്നത്. അങ്ങനെ അവർ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഹൗസ് ബിൽഡിങ്ങിന് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യുക, അവർ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവർ ഇനി എന്താ തീരുമാനം, എൻ്റെ വീസ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ എനിക്കൊരു എംപ്ലോയറിനെ കിട്ടി. ജർമ്മനിയിൽ നിൽക്കാൻ എൻ്റെ വീസ തീരാറാകുമ്പോൾ ജനുവരി ആകുമ്പോൾ എൻ്റെ വീസ തീരും. അവരുടെ അതായത് ഹൗസ്ലാൻഡ് അതായത് ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ ഒരു റെസ്പോണ്ട് വരുന്നത് വരെ നമുക്ക് ജർമ്മനി കണ്ടിന്യൂ ചെയ്യാം. കാരണം അവരുടെ ഒരു ഇമെയിലുണ്ട്, നമുക്കവിടെ വാലിഡായിട്ട് നമുക്കവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവരുടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ റിപ്ലൈ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്രിസ്മസിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെല്ലാവരും വെക്കേഷന് പോവാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും ഉണ്ട്. കാരണം എനിക്ക് ജനുവരി 15 ആകുമ്പോൾ എൻ്റെ വീസ തീരുകയും ചെയ്യും. അങ്ങനെ ഇന്നപ്പോഴാണ് എനിക്ക് ഒരു എംപ്ലോയറിനെ കിട്ടി. ഇനി സ്കൂളിലെ ഇൻ്റർവ്യൂ ഉണ്ട്, അത് ജനുവരി 6 ഇൻ്റർവ്യൂ. ഞാൻ ഫസ്റ്റ് അവിടെ പോയി. അവിടെ നിന്ന് പറയുമ്പോൾ ഓരോ സ്കൂളിലും ഓരോ ഇൻടേക്കായിട്ടായിരിക്കും. ചില സ്കൂളിൽ 3 ഇൻടേക്ക് കാണും ആൾക്കാരെ, മാർച്ച് അല്ലെങ്കിൽ ഓഗസ്റ്റ്, ഡിസംബർ, അല്ലെങ്കിൽ മാർച്ച് അല്ലെങ്കിൽ ഓഗസ്റ്റൊക്കെ. എനിക്ക് ഞാൻ ഫസ്റ്റ് ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂ പോയി, അത് ഓക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ എംപ്ലോയർ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമതൊരു സ്കൂളിൽ ചെന്നു. അവിടെ ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറയുന്നു ഡിസംബറിലേക്കാണ് നോക്കി, പക്ഷേ ഡിസംബറിലേക്ക് എനിക്ക് സീറ്റില്ല, അവർ ഏപ്രിലേക്കാണെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നു. പക്ഷേ ഇൻ്റർവ്യൂ ആയിട്ടൊന്നും നടത്തിയില്ല. അവർ പറഞ്ഞു ഏപ്രിലേക്ക് പ്ലേസ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും തകർന്നെന്ന് പറഞ്ഞാൽ ശരിക്കും തകർന്നു. കാരണം വേറെ ഒരു ഓപ്ഷൻ എനിക്ക് ഇനി ഇല്ല. എന്നിട്ട് ഓക്കെ ഞാൻ വലിയ സങ്കടപ്പെട്ടൊന്നുമില്ല. എന്തായാലും മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ മെയിൽ ഒരു ധ്യാനത്തിലൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും ഡിസംബറിനുള്ളിൽ എന്തായാലും നമ്മൾ ഭാരപ്പെടുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്നുണ്ടായിരുന്നു. ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ ആ സമയത്ത് ആ ഡിസംബറിനുള്ളിൽ തന്നെ എനിക്കൊരു എംപ്ലോയറിൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് സ്കൂളിലൂടെ കിട്ടിയാൽ മാത്രമേ അത് വാലിഡ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. ഈ സ്കൂളുകാർ പറഞ്ഞു ആരെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇയാൾക്ക് സെക്കൻഡ് ചാൻസ് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കിപ്പോൾ ഒരാൾ ക്യാൻസൽ ചെയ്തിട്ട് എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് തരുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് 2 days കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ നിന്ന് എനിക്ക് വീണ്ടും എന്നെ വിളിക്കുകയാണ്. ഇയാൾക്ക് ഏപ്രിലേക്ക് ഒരു പ്ലേസ് ഉണ്ട്, ഒരു സ്റ്റുഡൻറ്റ് അവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടി അത് ഫെബ്രുവരിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഇത് എൻ്റെ വേറെ പ്രൊഫഷണലാണ്, ഞാനിപ്പം ഹൗസ് ബിൽഡിങ് ചെയ്യുന്നത്. ഞാൻ ഒന്നും പഠിക്കാണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഇൻ്റർവ്യൂവിനോട് ഞാൻ പറഞ്ഞു ഇത് തരുവാണെങ്കിൽ അമ്മ എനിക്ക് തന്നാൽ മതി, അമ്മ തന്നാന്ന് എനിക്ക് അറിയണം, ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തും, കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ശരിക്കും സങ്കടപ്പെട്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സാധാരണ എന്നിട്ട് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിൻ്റെ അവിടെ ചെന്നു. സാധാരണ ഒരു ഇൻ്റർവ്യൂവിന് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ഗൂഗിളിൽ നോക്കി ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഒരു 10 minute ടൈം കിട്ടിയാലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഫോൺ നോക്കിയിട്ടേ ഇല്ല. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്ന് ഉടമ്പടി ഉപ്പും എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയായിരുന്നു ഞാനന്ന് ആ ഒരു ടൈം. അത്രയും അവരെന്നെ വിളിക്കുന്നത് വരെ ഞാൻ അങ്ങനെയാണ് ഇരുന്നത്. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയത്. ഞാൻ ആഗ്രഹിച്ചായിരുന്നു അമ്മയുടെ ഒരു പ്രസൻസ് വേണമെന്ന്. എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയ ലേഡി ആണെങ്കിൽ ഒരു ഗ്രേ പുല്ലോവർ ഇട്ടാണ് ഇരുന്നത്. അപ്പോഴേ എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്, അമ്മ എനിക്ക് തരും, നല്ലൊരു ആശ്വാസമായിരുന്നു. ഈ കണ്ട ലേഡി തന്നെയാണ് ഞാൻ ആദ്യം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചേർന്നത്. പക്ഷെ അന്ന് പുള്ളിക്കാരി കുറച്ച് റൂഡായിട്ടാണ് റൂഡെന്ന് പറഞ്ഞാൽ അത്ര ഫ്രണ്ട്ലി ആയിട്ടൊന്നും അല്ലായിരുന്നു സംസാരിച്ചത്. പക്ഷേ രണ്ടാമത് ചെന്നപ്പം പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് സംസാരിച്ചതും എന്നോട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തത് ഭയങ്കര കൂളായിട്ടാണ്. ഞാൻ ഇൻ്റർവ്യൂ അമ്മയുടെ അനുഗ്രഹം മാത്രമെന്ന് പറയാം. ആ ഇൻ്റർവ്യൂ എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി. സാവകാശം ഇരുന്ന് ചെയ്യാനും അതുപോലെ തന്നെ റീഡ് ചെയ്തിട്ട് ആ പാസേജൊക്കെ വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കി, എല്ലാം ജർമ്മനല്ലേ, അപ്പം നമ്മൾ മനസ്സിലാക്കി ചെയ്യാനൊക്കെ സാധിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോൾ എന്തോ സംഭവിക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമ്മയുടെ പ്രസൻസ് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. ആ പുള്ളിക്കാരി ഇട്ടത് ഒരു ഗ്രേ കളർ പുല്ലോവറായിരുന്നു. എന്നിട്ട് ആ പുള്ളിക്കാരി ഇൻ്റർവ്യൂവർ എന്നെ എന്നിട്ട് ഹഗ് ചെയ്തു. ഒരിക്കലും അവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ നമ്മളെ ഒന്നും അങ്ങനെ ഹഗ് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ ആളിനെ ഹഗ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ഇയാളെ കണ്ടപ്പോൾ എന്തോ ഒരു വിഷമമുണ്ട്, ഉള്ളിൽ എന്തോ ഒരു ഇത് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ പാസ്സായില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ഒന്നുമില്ല, ഞാൻ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും, എനിക്കിവിടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഇത് കിട്ടിയത്, അപ്പം ഇത് കിട്ടിയാൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവരെനിക്ക് അവിടുത്തെ സ്കൂളിലേക്ക് ഓക്കെ എന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ എനിക്ക് തന്നു. എന്നിട്ട് ഞാനത് എൻ്റെ എംപ്ലോയറിന് അയച്ചു കൊടുത്തു. എംപ്ലോയർ ഓക്കെ ആണെന്ന് പറഞ്ഞു വന്നു. ഈ ഒരു ഫെബ്രുവരി മാസത്തിന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു, ഇവിടെ സാക്ഷ്യം പറയുമ്പോഴൊക്കെ എല്ലാവരും പറയും അവർക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ നമ്പേഴ്സൊക്കെ വന്നെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നമ്പറൊക്കെ വരണം. പക്ഷേ അതൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ഫീലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ഫെബ്രുവരി മാസം ഞാനൊരു 24 എന്ന് പറഞ്ഞൊരു നമ്പർ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പക്ഷേ ഇത് ആരോടും പറഞ്ഞില്ല. സാധാരണ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മമ്മിയോട് ഞാൻ പറയും ഇങ്ങനെയുള്ള കാര്യം. പക്ഷേ മമ്മിയോടും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല. എന്താ വരുന്നതെന്ന് വെയിറ്റ് ചെയ്യും. കാരണം ആ സമയത്തായിരിക്കും എൻ്റെ ഇമിഗ്രേഷൻ ഓഫീസിൽ ഞാൻ കൊടുത്തതിൻ്റെ റിപ്ലൈ വരും. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അവരുടെ റിപ്ലൈ വന്നത് പക്ഷേ ഫെബ്രുവരി 10-നാണ്. പക്ഷേ അവരുടെ റിപ്ലൈ വന്നത് എനിക്ക് നെഗറ്റീവായിട്ടാണ് വന്നത്. അവർക്കൊരു വാലിഡായിട്ടൊരു കോൺട്രാക്റ്റ് വേണമെന്ന് പറഞ്ഞു. വാലിഡായിട്ട് കോൺട്രാക്റ്റ് വേണമെങ്കിൽ എൻ്റെ ഈ സ്കൂളിൻ്റെയും കോൺട്രാക്റ്റ് വേണം, എൻ്റെ എംപ്ലോയറിൻ്റെയും കോൺട്രാക്റ്റ് വേണം. എന്നിട്ട് എനിക്ക് എംപ്ലോയറിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയ 18-ാം തീയതി. എനിക്ക് ഫുൾ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടണം. ആ ഫുൾ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയത് എനിക്ക് ഫെബ്രുവരി 24-നാണ്. എൻ്റെ കയ്യിൽ സ്കൂളിൽ നിന്നും ഇതെല്ലാം കൂടെ ഉള്ളൊരു ഫുൾ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നോക്കിയ ആ കോൺട്രാക്റ്റിൻ്റെ ഡേറ്റ് കിടക്കുന്നത് 24-ആണ്. എനിക്ക് ആ സമയത്ത് എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഞാൻ സ്വപ്നത്തിൽ കണ്ടൊരു ഡേറ്റാണ് എനിക്ക് വന്നത്. ഞാൻ അന്നേരം തന്നെ എൻ്റെ അമ്മയോടും അതുപോലെ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടായിരുന്നു, എനിക്ക് അറിയില്ല, ഇതെൻ്റെ അമ്മ തന്നത് തന്നെയാണ്. എന്നിട്ട് ഞാൻ അവിടെ ഞാനിപ്പോഴും പള്ളിയിൽ പോകുന്ന ആളാണ്. അപ്പം ഞാനൊരു സൺഡേ അങ്ങനെ പള്ളിയൊന്നും മുടക്കാറൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ സൺഡേ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ അമ്മയോട് അടുത്ത് ചെന്ന് ഒത്തിരി നന്ദി ഞാൻ പറഞ്ഞു. കാരണം ഇതില്ലെങ്കിൽ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ എല്ലാ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇമിഗ്രേഷൻ ഓഫീസിൽ ഞാൻ ഇതെല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തു. എൻ്റെ വാലിഡായിട്ടുള്ള കോൺട്രാക്റ്റും ഇതെല്ലാം സെൻഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഏപ്രിൽ 20-നാണ് എനിക്ക് എൻ്റെ അവിടുത്തെ റെസിഡൻറ്റ് പെർമിറ്റ് എനിക്ക് കിട്ടുന്നത്. പുതിയ റെസിഡൻറ്റ് പെർമിറ്റ് എനിക്ക് കിട്ടി, അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് ഞാൻ ആ റെസിഡൻറ്റ് പെർമിറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മമ്മീനെയോ എൻ്റെ ആരെയും ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചില്ല. ഞാൻ അതുകൊണ്ട് നേരെ ഓടിപ്പോയത്, ഞാൻ എന്നും പോകുന്ന പള്ളിയിലാണ് ഞാൻ ആദ്യം പോയി ഞാൻ ഈശോയുടെയും അമ്മയുടെയും തിരുസന്നിധി കാണിച്ചിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞത്, അവരെല്ലാം കാണിച്ചത്. കാരണം ഇത് തന്നത്, ഞാൻ അവിടെ നിൽക്കാൻ കാരണം എൻ്റെ മാതാവാണ്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ കാണിച്ച അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞതും എടുത്തതും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കയറി പോകുന്നവരെ ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ട് പോയി. കാരണം എനിക്കറിയില്ലായിരുന്നു ജർമ്മൻ പത്രം വാങ്ങിച്ചിട്ട് പോകാൻ. അവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് അറിയുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് വാങ്ങിച്ചിട്ട് പോയത്. പക്ഷേ അവിടെ ഉള്ളവർക്ക് കൂടുതലും ജർമ്മൻ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ കൂടെ ലാംഗ്വേജ് പഠിച്ച ഫ്രണ്ട്സിനും പള്ളിയിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പത്രം കൊടുത്തായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കഴിയുന്നത്, ഞാനിപ്പോൾ നാട്ടിലായിരുന്ന സമയത്താണെങ്കിലും എന്നെ കഴിയുന്നതൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഞാൻ മമ്മിക്കാണെങ്കിലും പൈസ കൊടുക്കും. മമ്മി അത് നാട്ടിലിവിടെ അനാഥാലയത്തിൽ മറ്റുള്ളവർക്കാണെങ്കിലും ഫുഡ് കൊടുക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ മമ്മി ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് അവിടെ ജർമ്മനിയിൽ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടുന്നതിൻ്റെ ഒരു വിധം അമ്മയ്ക്ക് ഇവിടെ കൊണ്ടുതരാം. അത് ഞാൻ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അത് മമ്മിയും പപ്പയും കൂടാണ് ഇവിടെ വന്ന് കൊടുത്തത്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് വളർച്ച, ഞാൻ ചെറുപ്പം മുതലേ പള്ളിയിലൊക്കെ പോവും, പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിലൊന്നും മുടക്കങ്ങളൊന്നുമില്ല. ബൈബിൾ വായിക്കേണ്ട ഒരു ദിവസം പോലും കിടക്കാറില്ല. അപ്പോൾ ഞാനോർത്ത് ഉടമ്പടി എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും, കുഴപ്പമില്ലായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് അറിയായിരുന്നു ഞാൻ വിചാരിച്ചതിൻ്റെ കൂട്ടൊന്നും അല്ല. പിന്നെ ആത്മീയമായിട്ട് കുറേ വളർന്നു. അതായത് 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി ദൈവവചനങ്ങൾ പറയാനൊക്കെ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥിക്കാൻ, ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് ജപമാല ചൊല്ലാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് ജപമാല പഠിച്ചത്. എന്നിട്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു.
പിന്നെ വചനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടും. അത് ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും ചെയ്യാറൊന്നുമില്ലായിരുന്നു. ഞാൻ അത്ര സോഷ്യൽ മീഡിയ അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും അല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് അങ്ങനെയൊന്നും സ്റ്റാറ്റസ് ഒന്നും ഇടത്തില്ലായിരുന്നു. ഇതിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നാണ് ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാൻ വചനങ്ങൾ സ്റ്റാറ്റസ് ഇടുകയും വചനങ്ങൾ ഷെയർ ചെയ്യും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം ഞാൻ ഒരിക്കലും മുടക്കാറില്ല. ഇൻ കേസ് ഇപ്പം ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ ആ ട്യൂസ്ഡേ തന്നെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ ഒരു വീക്കിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ് അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി മുന്നോട്ട് ജീവിക്കാൻ അമ്മ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21:6 ഈ മകള് തകരാതെ ഉടമ്പടിയിൽ, അതും ഓൺലൈൻ ഉടമ്പടി വളരെ വിശ്വസ്തതാപൂർവം ഓരോ പ്രാവശ്യം 3 മാസം തികയുമ്പോൾ തന്നെ അടുത്ത നിയോഗം എഴുതി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഓൺലൈൻ ഉടമ്പടിയിൽ അമ്മയുമായി ഈശോയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. കാരുണ്യ പ്രവൃത്തികളായിട്ടും അവിടെ അധികം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇവിടെ നാട്ടിലേക്ക് കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായിച്ച് ജപമാല ചൊല്ലിയും എല്ലാ രീതിയിലുള്ള ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഒരു നല്ലൊരു ഓൺലൈൻ ഉടമ്പടി തുടരുന്ന നിലനിൽക്കുന്ന ഒരു മകളാണ് ഈ മകൾ. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അമ്മയും ഈ മകളെ കൈവിടാതെ അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു എന്ന വചനം ഈ മകളുടെ ജീവിതത്തിലും പൂർണ്ണമാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ കൂടി ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള നിത്യമായ അനുഗ്രഹവും സത്യമായ സന്തോഷവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സെലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.